ഇന്റർവ്യൂ പാസ്സായി പുള്ളിക്ക് $30 കിട്ടി. അപ്പോൾ പുതുതായിട്ട് കാനഡയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് ഒരു നല്ല ജോലി എന്ന് പറയുന്നത്. ടീനേജർ ആയി കഴിഞ്ഞ് പതുക്കെ സ്കിൽ ജോലികളുണ്ട്, ജോലി കിട്ടുന്നത്. അവർ ഷിഫ്റ്റ് ആണെങ്കിൽ മേശിരി പണി. അപ്പൊ അത്രത്തോളം കഴിവുള്ളവർക്ക് മാത്രമേ ലൈസൻസ് PR സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ജോലി എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ്. ചെയ്ത ജോലികളൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ജോലികളാണ്. കാനഡയിൽ ഒത്തിരി ജോലികളുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമന്റിന്റെ ആൻസർ ആണ്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ രീതിയിൽ കാനഡയിലേക്ക് വരാം എന്നുള്ളത്. 4 രീതിയിൽ നമുക്ക് കാനഡയിലേക്ക് വരാം, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാനഡയിലേക്ക് വരരുതെന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്. മെയിൻലി യൂട്യൂബേഴ്സ് ആണ് പറയുന്നത്, ഏജൻസികളാരും അങ്ങനെ പറയാറില്ല. എല്ലാവരും കാനഡയിലേക്ക് വരണം എന്നാണ് പറയുന്നത്, കാരണം അവർക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് കാനഡയിലേക്ക് വരരുതെന്ന് പറയുന്നതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 പേര് കണ്ടിട്ടുണ്ട്, 3 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊരാൾ കമന്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ കമന്റ് വായിക്കാം, അതുപോലെ തന്നെ കമന്റ് ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം. പുള്ളി ചോദിച്ചെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് എ ഗുഡ് ജോബ് ഇൻ കാനഡ. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരാണ്. പുള്ളിയുടെ പേര് ഇലോൺ മസ്ക് സെക്കൻഡ് ആണോ 2 ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പുള്ളിക്കുള്ള റിപ്ലൈ എന്നുള്ള രീതിയിൽ എനിക്ക് സമയമില്ലാത്തതിന്റെ പേരിൽ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, കമന്റ് ഇടുന്ന എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം തന്നെ ഞാൻ എന്തോ തിരക്കിലായിരുന്നു, ഞാൻ അന്നേരം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഒരു ആൻസർ എന്നുള്ള രീതിയിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വിടുക ചെയ്തത്. പുള്ളി അത് കണ്ടിട്ട് വീണ്ടും ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാം, കുറെ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, അതൊക്കെ മാറി കിട്ടണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം പറയുകയാണെങ്കിൽ എന്താണ് കാനഡയിൽ നല്ലൊരു ജോലി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കാനഡയിൽ ഒത്തിരി ജോലികളുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ജോലികളെക്കാട്ടി കൂടുതൽ എത്ര ടൈംസ് മടങ്ങ് ജോലികൾ ഇവിടെ കാനഡ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാട്ടിൽ ജോലികൾ കുറവാണ്, കാരണം നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ അനുസരിച്ച് ഒത്തിരി പേര് ഇന്ന് ജോലിയില്ലാതെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ കാനഡയിലാണെങ്കിൽ ഒത്തിരി ജോലികളുണ്ട്. അപ്പൊ അതിൽ ഏത് ജോലി ചെയ്താലും അത് നല്ല ജോലിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പന്ന ജോലി നല്ല ജോലി എന്നൊരു ഡെഫിനിഷൻ ഒന്നും ഇല്ല. അത് ഡിപ്പെൻഡ്സ്, ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, ഇതിനൊരു ആൻസർ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ടാഗ് ചെയ്യും ഞാൻ ഈ വീഡിയോ. അപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ കാനഡയിൽ വന്നപ്പം ചെയ്ത ജോലികളൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ജോലികളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഗൾഫിൽ ഇന്ന ജോലിയായിരുന്നു, നാട്ടിൽ ISR വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. കാനഡയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ വേണം പറയാൻ. അപ്പൊ നിങ്ങൾ പുതുതായിട്ട് കാനഡയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ജോലിയും ചെയ്യാനുള്ള തയ്യാറെടുപ്പ് വേണം. കാരണം ഇവിടെ വന്നിട്ട് നാട്ടിലെ ഡോക്ടേഴ്സ് ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം, ക്ലീനിങ്ങിന് ജോലി പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. കാരണം അവർക്കൊരു കുഴപ്പമില്ല, അവരിത് നല്ല ജോലി എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാം കവർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നല്ല ജോലി ആയിരിക്കാം. സേവിങ്സ് ഒക്കെ പിന്നെ, കാരണം കാനഡയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് സർവൈവൽ ജോലിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്നാണ് ഇപ്പോൾ വരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയാം ഒത്തിരിയും പേര് സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് വന്ന സ്റ്റുഡൻസ് ഇപ്പോഴും ജോലിയിലായിരിക്കുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത്, ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എനിക്ക് നല്ല ജോലി പല ജോലി ഒന്നുമില്ല, എന്തെങ്കിലും ഇത് കിട്ടിയാൽ എനിക്ക് റെന്റ് അടയ്ക്കാൻ പറ്റുന്നില്ല, ഫോൺ ബിൽ അടയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ അവിടെ കടം മേടിച്ചു, നാട്ടിൽ ഇത്ര ലോൺ ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സംബന്ധിച്ചോളം ഇപ്പൊ കാനഡയിൽ വന്ന് PR ആയവരാണ്, ഇപ്പൊ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് PR ആയി വരുന്നവരാണെങ്കിൽ അവസ്ഥ എന്താണ്? അവർക്ക് PR ഉണ്ട്, PR വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലിയുടെ ആവശ്യം അവർക്കില്ല. ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ റെന്റും കാര്യങ്ങളെല്ലാം സെയിം ആണ്. സ്റ്റുഡന്റ് അടയ്ക്കുന്ന റെന്റും ഫാമിലി ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അടയ്ക്കുന്ന റെന്റ് തന്നെയാണ് PR കിട്ടി വരുന്നവർ അടയ്ക്കുന്നത്. അവർക്ക് വ്യത്യാസമൊന്നുമില്ല. PR ഉള്ളവർക്ക് ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും കാനഡ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കാനഡയിൽ വന്നു, നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്ത് ജോലി കിട്ടിയാലും നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനസ്സോടെ വരിക. അപ്പൊ അത് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ റെന്റ് അടയ്ക്കണം, ഫോൺ ബിൽ അടയ്ക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, ഡ്രസ്സ് മേടിക്കണം, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ വരുന്നതല്ല, അല്ലാതുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാം കവർ ചെയ്യുന്ന എന്ത് ജോലി, ഇപ്പൊ ബേസിക് സാലറി ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ജോലി കിട്ടുന്നത്. എന്നാൽ പോലും അത് നല്ല ജോലിയാണ്, നിങ്ങൾ അതിനെ നല്ല രീതിയിൽ കണ്ട് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ജോലി ശ്രമിക്കാം. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി പൊളിക്കുന്ന പണിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വിളിക്കും, അമ്മായി വിളിക്കും, അമ്മ എന്റെ ജോലി കിട്ടി, എന്തോ ജോലി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഉള്ളി പൊളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്റെ വൈഫ് എന്തായാലും നാട്ടിലാണ്. വൈഫ് പറഞ്ഞു എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് ആണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ്, അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും 10-30 ലക്ഷം രൂപ മുടക്കി കാനഡ വന്നിട്ട് ഉള്ളി വിളിക്കാൻ പോയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പണിയെടുത്തത്. കാരണം നമ്മൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടണം. ഇപ്പൊ നമ്മൾ ആ എംപ്ലോയറിനെ നമ്മളെ ഇഷ്ടപ്പെടണം. കാരണം നമ്മൾ ഒരു ദിവസം പോയി താങ്ങി തടഞ്ഞ് നിന്നിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം അവർ വിളിക്കില്ല. കാരണം അത്രത്തോളം ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ആ ജോലി കിട്ടാനായിട്ട്. ആ ജോലി എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഡേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ അങ്ങനത്തെ സിസ്റ്റമാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല ഒരു ജോലിക്ക്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടിയാലും അത് ബേസിക് ആയിട്ട് നിങ്ങളുടെ നീഡ്സിനെ എല്ലാം കവർ ചെയ്യുന്ന ഒരു സാലറി അതിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല ജോലി തന്നെയാണ്. അതിലൊരു മോശമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വന്ന് PR ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ PR സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ജോലി നല്ലതാണ്. കാരണം ഏറ്റവും നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് PR കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ TRSസിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സ്പൗസിനെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. കാരണം സ്പൗസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ആ ജോലി വേണം.
അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം കഷ്ടപ്പാടാണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് നമുക്ക് ഭയങ്കര സ്ട്രെസ് തരുവാണ്, നമ്മൾ കൂടുതൽ പണിയെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് ആ 1 year കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PR വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ രീതി നോക്കുമ്പോൾ ആ ജോലി നിങ്ങൾക്ക് സാലറി കുറവാണെങ്കിൽ പോലും ആ ജോലി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം അവരെ ഈ പറഞ്ഞ ഈ നീഡ് PR അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പൗസിനെ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ആവശ്യം നിറവേറ്റുന്ന ആ ജോലി ആയതുകൊണ്ട് അവർക്ക് നല്ല ജോലിയാണ്. അപ്പൊ അതുപോലെ തന്നെ കാനഡ എന്ന് പറഞ്ഞ കൺട്രി എല്ലാ ജോലികൾക്കും അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കുന്ന കൺട്രിയാണ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ കുറ്റപ്പെടുത്തി പറയുമല്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ അധികം വേറൊരു കാറ്റഗറി കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മേശിരിപ്പണി അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ക്ലീനിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കാനഡയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, MBBS ഒക്കെ പഠിച്ച ഡോക്ടേഴ്സ് ഇവിടെ വരുമ്പോൾ അവർക്ക് ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഇവിടുത്തെ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് അവർ ക്ലീനിങ് ജോലിയാണെങ്കിൽ ക്ലീനിങ് ജോലി, സെക്യൂരിറ്റി ജോലി അങ്ങനെയൊക്കെ പോകും. കാരണം നമ്മുടെ നാട്ടിൽ സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടയർ ആയ വന്ന ആൾക്കാരൊക്കെയാണ് സെക്യൂരിറ്റി ജോലിക്ക് പോകുന്നത്. അപ്പം ഇവിടെ അങ്ങനൊന്നും അല്ല. ഇപ്പം നമ്മളെ പോലെ പാർട്ട് ടൈമിന് പോകുന്നവരും ഫുൾ ടൈമിന് പോകുന്നവരും ഈ സെക്യൂരിറ്റി ലൈസൻസ് എഴുതിയെടുക്കാൻ തന്നെ എന്ത് പാടാന്ന് അറിയോ. അപ്പൊ അത്രത്തോളം കഴിവുള്ളവർക്ക് മാത്രമേ ആ ലൈസൻസ് കിട്ടുള്ളൂ. എന്നിട്ടാണ് അവർ ഈ ജോലിക്ക് പോകുന്നത്. അപ്പം എല്ലാത്തിനും ലൈസൻസും കാര്യങ്ങളും വേണം കാനഡയിൽ. അതുപോലെ പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പോയ സമയത്ത് ഒരു മേശിരി കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ മേശിരി താനി പറയുന്നത് തോന്നുന്നു എല്ലായിടത്തും നമ്മുടെ ഭിത്തിയൊക്കെ തേക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടപ്പം എൻ്റെ ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ ആളെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആൾ നമ്മുടെ മഞ്ഞ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, വെസ്റ്റ് വെച്ചിട്ടുണ്ട്, സേഫ്റ്റി വെസ്റ്റ് ഉണ്ട്, പിന്നെ പുള്ളി ബെൽറ്റ് ഹുക്ക് ചെയ്തിട്ടുണ്ട് ആ വണ്ടിക്കകത്ത്. പുള്ളി ഒരു ക്രെയിനിന്റെ മണ്ടയ്ക്കകത്ത് കയറി നിൽക്കുകയാണ്, ഒരു കവറായിട്ടുള്ള ക്രെയിനിൽ നിൽക്കുകയാണ്. നല്ല ഹൈറ്റിൽ ആ ക്രെയിൻ ഇങ്ങനെ പൊക്കി 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 ഓരോ ലെവലായിട്ട് പുള്ളി ഇങ്ങനെ തേച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പുള്ളിക്ക് കട്ട എടുത്ത് കൊടുക്കാൻ ഒരാൾ വേണം, സിമെന്റ് കോരി കൊടുക്കുക. അപ്പം അത്രയും പേർക്ക് ജോലി കിട്ടുകയാണ്, സംഭവം ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒറ്റയ്ക്ക് പുള്ളി ആ ഒരു ദിവസം കൊണ്ട് ആ ഒരു ഭിത്തി മൊത്തം തേക്കുന്നുണ്ട്. പുള്ളിക്ക് ഈ പറഞ്ഞ ചായ കുടിക്കാൻ അരമണിക്കൂർ അങ്ങനെ ഒന്നും ഇല്ല. പുള്ളിക്ക് 8 hour ഷിഫ്റ്റ് ആണെങ്കിൽ 8 hour ഷിഫ്റ്റ് കഴിയും പുള്ളി വീട്ടിൽ പോകും. പക്ഷെ പുള്ളി അത്രത്തോളം എക്യുപ്ഡ് ആണ്, പുള്ളിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്, പുള്ളിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതാണ് ഈ കാനഡ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മാക്സിമം എംപ്ലോയ്സിനെ കുറച്ചുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യുക. പിന്നെ കുറച്ചും കൂടെ ആഴത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാനഡയിൽ സ്കിൽ ജോലികളുണ്ട്. അപ്പം ചില ട്രേഡ് സ്കില്ലുകളുണ്ട്. അപ്പം മെക്കാനിക്കൽ അങ്ങനെ കുറെ സ്കില്ലുകൾ, പ്ലംബർ, ഇലക്ട്രീഷ്യന്, അങ്ങനെയുള്ള കുറെ കാർപ്പൻറ്റർ, നമ്മുടെ നാട്ടിൽ കാർപ്പൻറ്റർ ഉണ്ടല്ലോ, തടിപ്പണിക്കാരെ. ഇപ്പം കട്ടിലും കസേരയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ജനലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇവർക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്രഭുക്കളാണ്. ട്രക്ക് ഡ്രൈവേഴ്സ്, നമ്മുടെ നാട്ടിൽ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ലൈസൻസ് എടുത്ത് ട്രക്ക് ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ US പോയിട്ട് ഈ പറഞ്ഞ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് നല്ല ശമ്പളമാണ്, മാസം 8,000 9,000 കാനഡിയൻ ഡോളറാണ് അവരുടെ പേ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് വലിയ വിലയില്ലാത്ത ജോലികളൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് വലിയ വലിയ ജോലിയാണ്. കാരണം ഇവിടെ കഴിവുള്ളവർ അംഗീകരിക്കുന്ന രാജ്യമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും ഇവിടെ കഴിവുണ്ടെങ്കിൽ അവർ അംഗീകരിക്കും, അവർക്ക് നല്ലൊരു ജോലി കണ്ടിന്യൂഷൻ കിട്ടും. ഇപ്പോൾ ഒരു ജോലി പോയാൽ പോലും അടുത്ത ജോലിയിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. കുക്കിനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല കഴിവുള്ള കുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല നല്ല പൊസിഷനിൽ മാറി മാറി പോകാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ വരുന്ന എല്ലാവരും സ്ട്രഗിൾ ചെയ്യും, അവർ പതുക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് പതുക്കെ 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 മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജോലിയും നിങ്ങൾ ഏത് രീതിയിൽ ആ ജോലി കാണുന്നത് അതനുസരിച്ചിരിക്കുക, നല്ലതാണോ പന്നലാണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പന്ന ജോലി ഇല്ല. അപ്പൊ ബ്രോയ്ക്ക് ചോദിച്ചതിനുള്ള ആൻസർ ഇതിൽ കൂടുതൽ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അത് ബ്രോയ്ക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് ഒരു നല്ല ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രോ ഏത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലി ഇഷ്ടപ്പെടുക. ബ്രോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ബ്രോയുടെ ബേസിക് നീഡൊന്നും കവർ ചെയ്യുന്നില്ലെങ്കിൽ അത് ബ്രോയ്ക്ക് പറ്റിയ ജോലിയല്ല. ബ്രോയുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ വേറൊരു കാര്യം, നമ്മൾ എത്ര നല്ല ജോലി, ഇപ്പം നല്ലൊരു $50 പെർ അവർ സാലറി കിട്ടുന്ന ഒരു ജോലിയാണെന്ന് വെച്ചോ, നല്ല കാശുണ്ട് എങ്കിൽ പോലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പറ്റുന്ന ആൾക്കാരല്ലെങ്കിൽ, നമുക്ക് കൂടുതൽ സ്ട്രെസ് വരുവാണെന്നെങ്കിൽ നമുക്കൊരു പന്ന ജോലിയായിട്ട് തോന്നും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റൂംമേറ്റ്, 2 പേര് റൂമിൽ താമസിക്കുകയാണ്. ഒരാൾക്ക് ഒരു ജോലി കിട്ടി, പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് $16 ബേസിക് പേ ആണ്. പുള്ളി റെസ്റ്റോറൻ്റാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പുള്ളി ജോലിക്ക് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. മറ്റേ പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ജോലി കിട്ടി, പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് $30. അപ്പോൾ $30 പുള്ളിക്ക്. പക്ഷേ എഞ്ചിനീയറിംഗ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഡിസൈനിങ് സൈഡിലോട്ടാണ് ജോലി കിട്ടിയത്. അപ്പം ഈ ആൾ വിചാരിക്കുകയാണ് എനിക്ക് $16 ഉള്ളൂ, ആ പുള്ളിക്ക് ഇത്രയും ജോലി കിട്ടി. പക്ഷെ പുള്ളിയാക്കി എക്സ്പീരിയൻസ് ആയിരിക്കാം, പക്ഷെ പുള്ളിക്ക് $30 ഇന്റർവ്യൂ പാസ്സായി പുള്ളിക്ക് $30 കിട്ടി. അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് എന്താണ്, ആ പുള്ളിക്ക് കിട്ടുന്ന ഒരു നല്ല ജോലിയാണെന്ന് ചിന്തിക്കും. പക്ഷെ പുള്ളി എന്താ വെച്ചാൽ പുള്ളി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും പുള്ളി കമ്പ്യൂട്ടർ ഫീൽഡിലാണ്, അല്ലെങ്കിൽ വീക്കെൻഡ് ഒന്നും പുറത്തു പോകുന്നില്ല, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നില്ല, സ്ട്രെസ്സാണ്. കാരണം പുള്ളിക്ക് അത്രത്തോളം ജോലി ഭാരമുണ്ട്, ലോഡ് കൂടുതലാണ്. പക്ഷെ ഈ പുള്ളി എന്താ $16 ഉള്ളെങ്കിൽ പുള്ളി ഫ്രീ ആണ്, ജോലിക്ക് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, കിടന്നുറങ്ങുക, പുള്ളി സിനിമ കാണുക, മൊബൈലിൽ ഗെയിം കളിക്കുക, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ $16 ജോലി ചെയ്യുന്ന ആളുണ്ടല്ലോ, ആ ആൾ ചെയ്യുന്നതാണ് നല്ല ജോലി. ശമ്പളമല്ല മെയിൻ. കാരണം പുള്ളിക്ക് ഒരു സമാധാനമുണ്ട്, ഉറക്കമുണ്ട്. നമുക്ക് ഉറക്കം കിട്ടണം ജോലി ചെയ്യുമ്പോൾ. ആ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഈ പറഞ്ഞ സ്ട്രെസ്സും കൊണ്ട് വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫാമിലിയെ നമ്മൾ കെയർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ് കവർ ചെയ്യണം, സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റണം, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ശമ്പളം നമുക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടണം. ഇതാണ് ഇതിനുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബ്രോക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോയിൽ കാണുന്നത് സ്റ്റേ ട്യൂൺഡ്. ബൈ.